ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ മീൻ കണ്ടിക്കലാട്ടോ. ഈ മീൻ ഞങ്ങൾ തേറ് മീൻ എന്നാ പറയാറ്. പല സ്ഥലങ്ങളിൽ ഈ മീൻ പല പേരുകളാണ്. ചിലരൊക്കെ സീഡി മീൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മേ ബി സീഡിൻ്റെ ഷേപ്പൊക്കെ ഉള്ളതുകൊണ്ടാവും. ഈ മീൻ ചത്തെടുക്കുവാണെങ്കിലും വെള്ളത്തിൽ കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാ. കുറച്ച് പല്ലുപ്പും കൂടി എടുക്കുന്നുണ്ട് തേച്ചൊഴിച്ച് കഴുകാൻ വേണ്ടിയിട്ട്. ഈ മീനിൽ നിന്ന് എന്തോ ചുണ്ണാമ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. ഉളുമ്പെന്നാണ് ഞങ്ങളുടെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ എപ്പോൾ മീൻ വാങ്ങിയാലും ഞാൻ കട്ട് ചെയ്യാൻ എടുക്കാറുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മീൻ കണ്ടിക്കാൻ വേണ്ടി. ഈ സ്കിന്ന് വലിച്ചു വരുന്ന ചൂര പോലത്തെ മീനുകളൊന്നും കണ്ടിക്കാൻ വേണ്ടി എനിക്കറിയത്തില്ല. എനിക്ക് മീൻ കണ്ടിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന മീനുകളെല്ലാം എപ്പോൾ വാങ്ങിയാലും ഞാൻ കട്ട് ചെയ്യാൻ എടുക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അതിനെ കഴുകാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഉളുമ്പ് പോകാൻ വേണ്ടിയിട്ട് ചട്ടിയിലിട്ട് നന്നായിട്ട് തേച്ചൊരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മീനൊക്കെ കഴുകി സുന്ദര കുട്ടപ്പനാക്കിയിട്ട് അതിൽ നിന്ന് 2 മീൻ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുന്നുണ്ട് നാളെ കറി വെക്കാൻ വേണ്ടിയിട്ട്. ബാക്കി മീൻ നേരെ ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 3 മീൻ നന്നായിട്ട് വലഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മസാല ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നാരങ്ങ നീരില്ലാത്തതുകൊണ്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി തേച്ച് നേരെ ഫ്രിഡ്ജിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം കൈയൊക്കെ നന്നായിട്ട് തേച്ചരിച്ച് കഴുകുന്നുണ്ട്. അപ്പോഴത്തേക്ക് മണമൊക്കെ വന്നിട്ടുണ്ട്, സ്മെല്ലൊക്കെ മാറിയിട്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരെ മീൻ കൊണ്ട് പൊരിക്കാൻ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഈ മീൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടിട കറി മുറ കഴിക്കണം. അങ്ങനെ പിന്നെ അതൊക്കെ സെറ്റാക്കി അടച്ചു വെച്ചിട്ട് നേരെ വന്ന് റെസ്റ്റ് എടുത്തുന്നു. ഇത്ര